രാഷ്ട്രീയത്തിൻ്റെയോ വർഗീയതയുടെയോ ഏത് പൂട്ടിനെയും പൊട്ടിക്കാൻ കരുത്തുള്ള മഹാപ്രസ്ഥാനമാണ് ഈ രാജ്യത്തെയും കേരളത്തിലെയും BJP. രാജീവ് ചന്ദ്രശേഖർജിയുടെ അധ്യക്ഷനായി അദ്ദേഹം നയിച്ച കേരളത്തിലെ BJP കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും വലിയ മിന്നുന്ന വിജയം കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി കൈവരിച്ചു കഴിഞ്ഞിരിക്കുന്നു. BJP എന്ന് പറയുന്നത് കേരളത്തിലെ സർവ്വതലസ്പർശിയായ രാഷ്ട്രീയ മുന്നേറ്റമായി BJP ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറിയിട്ടുണ്ട്. പാർട്ടി പൊന്നാപുരം കോട്ടകളെ തകർത്തെറിയുന്ന വലിയ മുന്നേറ്റത്തിന് BJPയുടെ പടയോട്ടം കൂടി കാരണമായിട്ടുണ്ട്. 0-ൽ നിന്ന് ഞങ്ങൾ 2 BJP അല്ല, BJPക്ക് വേണ്ടി BJP വിശ്വാസമർപ്പിച്ച് ജനം തൂത്തെറിഞ്ഞതാണ്. അതാണ് നമ്മൾ നേമത്ത് കണ്ടത്, അതാണ് നമ്മൾ ചാത്തന്നൂർ കണ്ടത്, എല്ലായിടത്തും കണ്ടത്. നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒടുവിൽ 2 സ്ഥലങ്ങളിൽ താമര വിരിഞ്ഞിരിക്കുകയാണ്. ഒന്ന് ചാത്തന്നൂരും മറ്റൊന്ന് തലസ്ഥാനത്തെ നേമത്തുമാണ് വിരിഞ്ഞിരിക്കുന്നത്. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒടുവിൽ നേമത്ത് അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. മുൻപ് മന്ത്രി ശിവൻകുട്ടി അന്ന് പറഞ്ഞത് നേമത്തൊരു പൂട്ട് പൂട്ടിയിരിക്കുകയാണ്, ആ പൂട്ട് BJPക്ക് തുറക്കാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മളോട് ഈ ഒരു സാഹചര്യത്തിൽ യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഗോകുൽ ഗോപിനാഥ് ചേരുകയാണ്. മുൻപ് ശിവൻകുട്ടി പറഞ്ഞത് നേമത്ത് വല്ലാത്തൊരു പൂട്ടിയിരിക്കുകയാണ്, ആ പൂട്ട് BJPക്ക് തുറക്കാൻ സാധിക്കില്ല എന്നാണ്. സർവ്വപൂട്ടും അവർ പറയുന്ന രാഷ്ട്രീയത്തിൻ്റെയോ വർഗീയതയുടെയോ ഏത് പൂട്ടിനെയും പൊട്ടിക്കാൻ കരുത്തുള്ള മഹാപ്രസ്ഥാനമാണ് ഈ രാജ്യത്തെയും കേരളത്തിലെയും BJP. കേരളത്തിൽ ബഹുമാനനായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ അധ്യക്ഷനായി അദ്ദേഹം നയിച്ച കേരളത്തിലെ BJP കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും വലിയ മിന്നുന്ന വിജയം കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി കൈവരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ ഞങ്ങൾ തുറക്കില്ല എന്ന് പറഞ്ഞ ആ പൂട്ട്, ആ അക്കൗണ്ട് BJP രാജീവ് ചന്ദ്രശേഖർജി എന്ന കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷനിലൂടെ തുറന്ന് ചാത്തന്നൂരിൽ ഞങ്ങളുടെ പ്രിയങ്കരനായ BB ഗോകുമാറേട്ടൻ അവിടെ വിജയിച്ചുകൊണ്ട് കേരളത്തിന്റെ സർവ്വമേഖലയിലും BJP എന്ന് പറയുന്നത് കേരളത്തിലെ സർവ്വതലസ്പർശിയായ രാഷ്ട്രീയ മുന്നേറ്റമായി BJP ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറിയിട്ടുണ്ട്. അത് കേരളത്തിൽ CPMന്റെയും ഇടതുപക്ഷത്തിന്റെയും പിണറായി വിജയന്റെയും അവരുടെ രാഷ്ട്രീയ പാർട്ടി പൊന്നാപുരം കോട്ടകളെ തകർത്തെറിയുന്ന വലിയ മുന്നേറ്റത്തിന് BJPയുടെ പടയോട്ടം കൂടി കാരണമായിട്ടുണ്ട്. ഇവിടെ ഭാവി കേരളത്തിലെ പ്രതിപക്ഷവും ഭാവി കേരളത്തിലെ ഭരണപക്ഷവും BJPയാണ് എന്ന് തെളിയിക്കുന്ന കൃത്യമായ സന്ദേശമാണ് കേരളത്തിലെയും നേമത്തെയും ചാത്തന്നൂരിലെയും ജനങ്ങൾ BJPക്ക് നൽകിയിട്ടുള്ളത്. ഈ വിജയം കേരളത്തിലെ ഓരോ പ്രതീക്ഷയും വികസനവും ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ വിജയം കൂടിയാണ് BJP നേടിയത്. BJPയെ സംബന്ധിച്ച് വിജയത്തിന്റെ ഇത് കുറഞ്ഞു പോയോ എന്നുള്ളൊരു സംശയമുണ്ട്. 0-ൽ നിന്ന് ഞങ്ങൾ 2 ഞങ്ങൾ പരമാവധി സ്ഥലത്ത്, കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ സ്ഥലത്ത്, കണക്കുകൾ വരാനിരിക്കുന്നു, കൂടുതൽ സ്ഥലത്ത് 2ാം സ്ഥാനത്തേക്ക് ചെറിയ മാർജിനിന് മാത്രം തോൽക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഭാവിയിലേക്കുള്ള പുതിയ ചുവടുവയ്പായി ബഹുമാനായ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള രാഷ്ട്രീയ മാറ്റം BJP സ്വീകരിച്ചതിന്റെ തെളിവായി ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ BJP കാണുകയാണ്. ചെറിയ വിജയമല്ല. ഇവിടെ CPMന്റെ എല്ലാ സംഘടനാ മിഷണറിയും LDFന്റെ എല്ലാ തിട്ടൂരങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ നടത്തിയ എല്ലാ രാഷ്ട്രീയ തേരോട്ടത്തെയുമാണ് നേമത്ത് തൂത്തെറിഞ്ഞത് ജനം. BJP അല്ല, BJPക്ക് വേണ്ടി BJP വിശ്വാസമർപ്പിച്ച് ജനം തൂത്തെറിഞ്ഞതാണ്. അതാണ് നമ്മൾ നേമത്ത് കണ്ടത്, അതാണ് നമ്മൾ ചാത്തന്നൂർ കണ്ടത്, എല്ലായിടത്തും കണ്ടത്. അത് ആ വിജയം തുടരും എന്നുള്ളതാണ്. ഈ BJPയെ സംബന്ധിച്ച് നിങ്ങളുടെ A ക്ലാസ് മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു, വട്ടിയൂർക്കാവ് ഉണ്ടായിരുന്നു, അതുകൂടാതെ മറ്റു മണ്ഡലങ്ങൾ, പാലക്കാട് ഉൾപ്പെടെയുള്ള വിജയസാധ്യത ഉണ്ടായിരുന്നു. ചെറിയ പാളിച്ചകൾ അവിടെ സംഭവിച്ചത് എന്താണ്? യഥാർത്ഥ രാഷ്ട്രീയമായ സാഹചര്യങ്ങളെ കുറിച്ച് നമുക്ക് വരുന്ന സമയങ്ങളിൽ പ്രതികരിക്കാമെന്നുള്ളതാണ്. ഇതൊരു വിജയത്തിന്റെ സമയമാണ്, വിജയാഘോഷത്തിന്റെ സമയമാണ്. ആ ആഘോഷത്തിലേക്ക് BJP കടക്കുകയാണ്. രാജ്യം ഇവിടെ ആസാമിലും അതുപോലെ തന്നെ ബംഗാളിലുമൊക്കെ കേരളത്തിന്റെ അടുത്ത സമീപഭാവിയിലുള്ള കേരളത്തിന്റെ പരിച്ഛേദമാണ് ബംഗാളിൽ നമ്മൾ കണ്ടത്. CPM നിഷ്പ്രഭമായി തകർന്ന് തരിപ്പണമായ അവസ്ഥയാണ് ബംഗാളിലുള്ളത്. തൃണമൂൽ കോൺഗ്രസിൽ നിന്നുള്ള അവരുടെ ഗുണ്ടാ ഭരണം BJP പിടിക്കുന്ന സാഹചര്യം ബംഗാളിൽ. ആസാം BJP വീണ്ടും വർദ്ധിത ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരുന്നു. ഇവിടെ തമിഴ്നാട്ടിൽ വലിയ ശക്തിയായി BJP മാറുന്നു. കേരളത്തിൽ വലിയ രാഷ്ട്രീയ മുന്നേറ്റമായി, വലിയ പ്രതിപക്ഷ മുന്നേറ്റമായി BJP മാറുന്നു. അപ്പോ രാജ്യത്ത് BJP വിരുദ്ധമായിട്ടുള്ള മുഖ്യമന്ത്രിമാർ, സർക്കാരുകൾ, ജനങ്ങൾ ആ സർക്കാരുകളെ, പിണറായി വിജയനെ, മമതാ ബാനർജിയെ, സ്റ്റാലിനെ കടപുഴക്കി എറിഞ്ഞ ഈ തിരഞ്ഞെടുപ്പ് BJPയുടെ രാജ്യത്തെ ഏറ്റവും വലിയ വിജയമാണ്. എന്തായാലും നേമത്തും ചാത്തന്നൂരും BJPക്ക് 2 MLA മാർ ഉണ്ടായിരിക്കുന്നു.
തിരുവനന്തപുരം നഗരസഭയിൽ BJP അധികാരത്തിലേറിയതിനു ശേഷമുള്ള ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് തന്നെ നിയമമണ്ഡലത്തിൽ ഒരു സീറ്റ് BJPക്ക് ഉറപ്പിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഏറെ പ്രയാസകരമായ ഒരു കാര്യമായിരുന്നു എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും BJPക്ക് 2 MLA-മാർ കേരള നിയമസഭയിലേക്ക് ഉണ്ടായിരിക്കുന്നു. വരും ദിവസങ്ങളിൽ സത്യപ്രതിജ്ഞ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കും. BJP ഒരു ചെറിയ കുട്ടി എന്നുള്ള രീതിയിൽ, അതായത് കേരളത്തിൽ വളർന്നു വരുന്ന ഒരു പിഞ്ചു കുഞ്ഞ് എന്നുള്ള രീതിയിൽ പിച്ചവെച്ച് തുടങ്ങുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.